ഈ വെള്ളത്തിൽ കൂടെ ചവിട്ടി നടക്കണം. നിങ്ങൾ ചെന്ന് കാണാം അവിടുത്തെ സ്ഥിതി. 2018 മുതൽ വെള്ളം കയറണം. ഈ ചീഞ്ഞ വെള്ളത്തിൽ നിന്നാണ് ഞങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ഈ വെള്ളം വരുമ്പോഴത്തേക്ക് പൈപ്പിൽ കൂടി ഞങ്ങൾക്ക് ഓപ്പറേഷൻ വെള്ളം, ഈ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞ് ഈ വെള്ളമാണ് ഞങ്ങൾക്ക് അതിൽ കയറി വരുന്നത്. നിങ്ങളുടെ ഒരു ഇത് കാരണം തുറക്കണത് 2 ദിവസമായിട്ട് ഞങ്ങൾ പറഞ്ഞ പൊളിക്ക് വിളിക്കുന്നത് ഇവര് അധികാരികൾ വരുന്നുണ്ട്, രാവിലെ വരുന്നുണ്ട്. അധികാരികൾ വരുന്നുണ്ട് ഇവിടെ. വന്ന് രാവിലെ വന്ന് അവർ പറയും. അവർ നിൽക്കുമ്പോൾ ചെറുതായിട്ട് പണിയും. അവരിവിടുന്ന് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വരും, പിന്നെ നിർത്തി വെച്ചിട്ട് അവർ കയറിയിരിക്കുകയാണ്. ഇവർ കോൺട്രാക്ടർ പറയുന്നുണ്ട് ഡേ നൈറ്റ് ചെയ്യുന്ന പണിയുന്നുണ്ട് എന്നിട്ട് ഒരു പണി ഇവിടെ നടക്കണില്ല. ഞങ്ങൾ ഇന്ന് ക്യാമ്പിൽ നിന്ന് പോകാൻ അന്നേരമാണ് ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് ചേട്ടൻ വന്ന് ഇവിടെ ഒരു പണിയില്ല, അങ്ങനെ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അത്ര ഇത് അവർ ചെയ്തു, അല്ലെങ്കിൽ അത് ചെയ്യില്ല. ഇത്ര പൊട്ടിച്ചതാണല്ലേ? നിങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് കോഴിക്കരി, പുതിയമ്പേരിലെ 7-ാം വാർഡ്. ഞങ്ങളെ ക്യാമ്പിൽ ഇട്ടിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല. പറഞ്ഞോ. MLA-യോട് ഞങ്ങൾ ഇത് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞെന്താന്ന് പറയാ, ഷോ കാണിക്കല്ലേ, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. അവരിതിനൊക്കെ കൈയിട്ട് വരണ്ടേ, അവർക്കൊന്നും പറയാൻ പറ്റൂല. ഈ വന്നവരൊക്കെ എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് അവരെ മറുപടി. ഇല്ലാത്ത കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഞങ്ങളാണ് കർഷകർ, ഞങ്ങൾക്ക് കൃഷിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ താമസിക്കുന്നത് കൃഷിയില്ല. ഇനി കൃഷിയായിട്ട് ചെയ്യാണ്ട് പുല്ല് മേഞ്ഞ് കിടക്കണത്. അപ്പൊ ആ ഒരു സ്ഥലമുണ്ടല്ലോ വെള്ളം പോകാനായിട്ട്, അവര് നേരത്തെ അത് മാത്രമുള്ള സ്ഥലം. അപ്പുറം കൂടി പൊളിച്ചാൽ മാത്രമേ ഈ വെള്ളം പോകുള്ളൂ. മൊത്തം പൊളിക്കണം, അതെന്നാൽ മാത്രം വെള്ളം പോകുള്ളൂ, അല്ലെങ്കിൽ വെള്ളക്കെട്ട് മാറൂല. തിട്ടയും കൂടി പൊളിച്ച് മാറ്റണം. ആ ഒരു പോർഷനും കൂടി അവർ പൊളിക്കാന്നുള്ളത് നാളെ രാവിലെ വരെ സമയത്തല്ല. ഞങ്ങൾ നാളെ പൊളിക്കാൻ നാളെ രാവിലെ ഞങ്ങൾ വരും. രാത്രി വരെ ഞങ്ങൾ രാത്രി നിൽക്കൂടാ. അതാണ് ഇവിടെ ആൾക്കാർ. ഞങ്ങൾ പോയപ്പോഴും നമുക്ക് അധികം ആൾക്കാരൊന്നും വേണ്ട. ഞങ്ങൾ തന്നെ പൊളിക്കാൻ പറ്റുമെങ്കിൽ പൊളിക്കട്ടെ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവര് വെറുതെ ഇരിക്കുവായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ബഹളം വെച്ചപ്പോഴത്തേക്കാണ് അവർ പണി തുടങ്ങിയത്. ഞങ്ങൾ കുറച്ച് അറിയാൻ പാടില്ല ഇത് എന്താ ചെയ്യാൻ പണി. ഇതാ നിർത്തി വെച്ചിട്ടുണ്ട്, പൊട്ടിക്കയില്ല. ഇത് ഞങ്ങൾ നിന്നില്ലെങ്കിൽ അവർ പൊട്ടിക്കയില്ല. അല്ല, ഇനിയിപ്പോ ഇത് പണിയാൻ നേരത്ത് രണ്ടാമത് കെട്ടണ്ടേ? നല്ല വേനൽ വന്നപ്പോ അവർക്ക് പണി തീർക്കാൻ പാടില്ല. അവരുടെ പണിയുടെ 5 വർഷമാണ്. ഇത്രയും ഈ ഒരു സ്ഥലം പണിയാൻ ഇതിന് മാത്രം വർഷങ്ങൾ വേണം. 2 മാസം വേനലായിരുന്നു. അവരെ സുഖമായിട്ട് പണി തീർത്ത് പോകായിരുന്നു. നല്ല വേനലുള്ളപ്പോ ഇതൊന്നും ചെയ്തില്ല. ഈ വെള്ളത്തിനകത്തിട്ടാണ് ഇങ്ങനെ കെട്ടിയിട്ട് കാണിക്കണം. പാവങ്ങളെ വെറുതെ ഈ കരിക്കട്ട പോലത്തെ വെള്ളം നിങ്ങളുടെ അവിടെ ഞങ്ങളുടെ പെരയുടെ അകത്ത് കിടന്ന വെള്ളം വന്നത്. പെരയുടെ അകത്തുനിന്ന് പിള്ളേരും ഞങ്ങളെ ഞങ്ങളുടെ കറുത്ത് ഞങ്ങളുടെ ചൊറി പിടിച്ച് ഞങ്ങളുടെ കാലിലൊക്കെ. ഞങ്ങൾക്ക് ഇനി എന്തസുഖം വരാൻ പോണെന്ന് ദൈവത്തിന് മാത്രമാണ്. ഞങ്ങൾ വന്ന് നോക്കിയിട്ട് നടക്കാത്ത ഈ പെണ്ണുങ്ങളൊന്നും ചെയ്താൽ എന്താണെന്ന് നോക്കട്ടെ. പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നില്ലെന്നല്ലേ, ഞങ്ങൾ വന്നപ്പോൾ ക്യാമ്പിലൊക്കെ വന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഈ വെള്ളം പോകണം. ഇത് ഈ പാലത്തിന്റെ പേരെന്താണ്? ഈ പാലത്തിന്റെ പേര് മില്ലിങ്ങലല്ലേ? അല്ല, കുട്ടപ്പഞ്ചായത്ത് ചോദിക്കും. കറക്റ്റായിട്ട് പറയണം.
ഈ പാലത്തിന് പേര് പുത്തങ്കാവ് പാലം. പുത്തങ്കാവ് പാലം. പക്ഷെ ഇവർ ചെയ്യണമെന്നല്ലേ അറിയിക്കണത്. കുറെ പാടങ്ങളുണ്ട്. പാടങ്ങളിൽ ഇങ്ങനെ പുല്ലുകെട്ട്, കൃഷിയൊന്നുമില്ലാതെ അവിടെ നിന്ന് പുല്ലുകെട്ട്, അടിയിൽ ചീഞ്ഞു, പിന്നെ അത് ചാക്ക് കെട്ട്, പിന്നെ വേസ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്നും നടക്കാതെ ആ ഭാഗത്തുനിന്ന് അവിടെ നിന്നുള്ള വേസ്റ്റ് വെള്ളം മൊത്തം ഇതങ്ങോട്ട് പോണേ ഇപ്പോൾ ശരിക്കും അങ്ങോട്ട് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷന്റെ പുറകിലുള്ള തോടില്ല, ഈ തോടാണ് ഇരുമ്പനം പുഴ ചെന്ന് ചാടും.